தினம்தோறும் விளக்கேற்ற நல்ல எண்ணெய் இதயம் நல்லெண்ணெய். യുഡൈസ് പ്ലേസ് റിപ്പോർട്ടിൽ തിളക്കമാർന്ന പ്രകടനമാണ് കേരളം കാഴ്ചവെച്ചിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എല്ലാ വർഷവും രാജ്യത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമഗ്രമായി ശേഖരിച്ച് പ്രസിദ്ധീകരിക്കാറുണ്ട്. യുഡൈസ് പ്ലേസ് റിപ്പോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. 2024-25 അക്കാദമിക വർഷത്തെ റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്ത് വിട്ടിട്ടുണ്ട്. വളരെ ഗൗരവമായി കാണേണ്ട പല വസ്തുതകളും ഈ റിപ്പോർട്ടിൽ ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ സൂചികകളിൽ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായിട്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. അക്കാദമിക് നിലവാരം, വിദ്യാർത്ഥികളുടെ പഠന തുടർച്ച, അടിസ്ഥാന സൗകര്യങ്ങൾ, ലിംഗസമത്വം തുടങ്ങിയ എല്ലാ മേഖലയിലും കേരളം ഒന്നാം സ്ഥാനത്താണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ സ്കൂൾ പ്രവേശനവും പഠന തുടർച്ചയും. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ 62.9% 10ാം ക്ലാസ്സിലെത്തുന്നത്. ഇതിനർത്ഥം 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 37 കുട്ടികൾ പഠന വഴിയിൽ 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോവുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. 12ാം ക്ലാസ്സിലെത്തുന്നവർ 1ാം ക്ലാസ്സിൽ ചേരുന്നതിൻ്റെ 47.2%. അതായത് 100-ൽ 52 കുട്ടികൾ കൂടുതൽ 12ാം ക്ലാസ്സിൽ എത്തുന്നില്ല എന്ന ദുഃഖസത്യമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷം പൂർത്തിയായിട്ടും ഈ ദുസ്ഥിതിയിലാണ് രാജ്യമുള്ളത്, ഇന്ത്യ രാജ്യമുള്ളത്. അടിസ്ഥാനപരമായ ഇക്കാര്യങ്ങൾ പലതും മറച്ചുവെച്ചാണ് ഇന്ത്യയുടെ തിളക്കത്തെക്കുറിച്ച് വലിയ വർത്തമാനം ഭരണാധികാരികൾ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വികസനത്തെ കാണുവാൻ. കേരളത്തിൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ 99.5% കുട്ടികൾ 10ാം ക്ലാസ്സിലെത്തുന്നു. 90% കുട്ടികൾ ഹയർ സെക്കൻഡറിയുടെ ഭാഗമാകുന്നു പുനർവിദ്യാഭ്യാസം. എന്നാൽ തൊഴിൽ വിദ്യാഭ്യാസ പഠനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ITIകൾ, പോളിടെക്നിക്കുകൾ എന്നിവയിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ കണക്ക് യുഡൈസ് ഡേറ്റയിൽ വരുന്നില്ല. അതുപോലെ സ്കോൾ കേരളയിൽ പഠിക്കുന്ന കുട്ടികളുമുണ്ട്. ഇങ്ങനെ വന്നാൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന ഏതാണ്ട് എല്ലാവർക്കും 12ാം ക്ലാസ് വരെ സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്നത് മലയാളികൾക്കാകെ തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്.